പതിയിരിക്കുന്ന അപകടങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്ത് വളരെയധികം കാണപ്പെടുന്നതും എന്നാൽ അധികം ആരും ശ്രദ്ധിക്കാത്തതോ അതെയോ ഇഗ്നോർ ചെയ്യുന്നതോ എന്നറിയില്ല. അതേക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. സോഷ്യൽ മീഡിയ വഴി പൈസ ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ വളരെ ഈസിയാണ്. ഒത്തിരി പേര് അത് ചെയ്യുന്നുമുണ്ട്, നല്ല കാര്യം. എന്നാൽ റീച്ച് ചെയ്യാൻ വേണ്ടി നമ്മുടെ കുടുംബത്തെ, നമ്മുടെ കുഞ്ഞുങ്ങളെ റിസ്ക് ആക്കുന്നതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഞാനീ പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഇന്നിപ്പോൾ നമ്മൾ റീൽസിലോട്ടും വീഡിയോയിലോട്ടും ഒക്കെ പോകുവാണെങ്കിൽ മാതാപിതാക്കൾ 7, 8, 9 അതുപോലെ മൈനറായിട്ടുള്ള സ്വന്തം കുഞ്ഞുങ്ങളെ ചേർത്ത് റീൽസ്, അത് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒക്കെ വെച്ച് റീൽസ് എടുക്കുന്നുണ്ട്. അതിന് നല്ല വ്യൂ കിട്ടുന്നുമുണ്ട്. പക്ഷേ നിങ്ങൾ ചെയ്ത് കൂട്ടുന്ന ഡേഞ്ചറസ് ആക്ഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഏതെങ്കിലും നിയമ സംവിധാനം ഉണ്ടോ ഇതൊക്കെ തടയാനായിട്ട്? ഇത് പ്രത്യേകിച്ച് കാണുന്നത് നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ. നിങ്ങളൊന്ന് നോക്കിക്കേ, ബാക്കി ഒരു നാഷണാലിറ്റിയും അവരുടെ കുഞ്ഞുങ്ങളെ ഇതുപോലെ എക്സ്പോസ് ചെയ്തില്ല. ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങളൊരു 9 വയസ്സായ ഒരു കൊച്ചിനെ കൂട്ടി ഒരു റീൽസ് എടുത്തു. 9 വയസ്സായ കൊച്ചിന് അല്ല 10 വയസ്സായ കൊച്ചിന് ഫോൺ കൊടുക്കുന്നത്, ഐഫോൺ കൊടുക്കുന്നത് നല്ലതാണോ? കൊച്ച് അതിന് അഡിക്റ്റഡ് ആകുന്നത് നല്ലതാണോ? നമ്മൾ തന്നെ നമ്മുടെ ശവക്കുഴിക്ക്, നമ്മുടെ മക്കളുടെ ശവക്കുഴിക്ക് കുഴി തോണ്ടുക എന്ന് പറയുന്ന ഇതാണ്. അവരെ കൂട്ടി നിങ്ങളൊരു റീൽസ് എടുത്തു. അവർക്കറിയാം അവരതിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന്. അവർക്കത് കാണാൻ ആഗ്രഹമുണ്ട്, ഇല്ലാതിരിക്കുമോ? നമുക്കാണേലും നമ്മളൊരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അത് കാണാനായിട്ട് ആഗ്രഹമില്ലേ? അവർ സ്കൂളിൽ ചെന്ന് അവരുടെ ഫ്രണ്ട്സിനോടും ടീച്ചറിനോടും ഒക്കെ പറയും, ഞാനിന്ന് റീൽസ് അഭിനയിച്ചു, എൻ്റെ ഒരു റീൽസ് ഇന്ന് ഇറക്കിയിട്ടുണ്ട്, എൻ്റെ അമ്മയും ഞാനും കൂടി ഇന്നൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടികളെല്ലാം അത് കാണാനായിട്ട് ശ്രമിക്കത്തില്ലേ? അങ്ങനെ കാണുന്ന വഴി എന്താ സംഭവിക്കുന്നത്? വൺ ആഫ്റ്റർ അനദർ ഒരു റീൽസ് കാണുമ്പോൾ പുറകെ റീൽസുകൾ വരും. അതിൻ്റെ കണ്ടൻസും കാര്യങ്ങളും ഒന്നും നമ്മൾ സൂപ്പർവിഷൻ ചെയ്യുന്നില്ല. തന്നെയല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്കാകാൻ പാടില്ല. അവരതിന് അഡിക്റ്റഡ് ആയാൽ ആരാണ് അതിന് ഉത്തരവാദി? ഇച്ചിരി പൈസയുടെ ലാഭത്തിന് വേണ്ടി നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ നശിപ്പിക്കാമോ? ചിന്തിച്ചു നോക്ക്. ഐ ഹോപ്പ് നിയമം ഇതിനെതിരായിട്ടൊന്ന് റിയാക്ട് ചെയ്യുക, അല്ലെങ്കിൽ മാതാപിതാക്കൾ ബോധവാന്മാരാകുക.